ഹായ് സ്റ്റുഡൻസ്, MCN301 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ പേപ്പറിലെ മൊഡ്യൂൾ 2 ആണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. മൊഡ്യൂൾ 2ൽ അടങ്ങിയിട്ടുള്ളത് ഹസാർഡ്സ് ആൻഡ് വൾണറബിലിറ്റി എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് മൊഡ്യൂൾ 2 ഡീറ്റെയിൽസ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ സിലബസ് ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞു പോവാം. ഇതിൽ നമ്മൾ ഹസാർഡ്സ് ടൈപ്സ്, വേരിയസ് ടൈപ്സ് ഓഫ് ഹസാർഡ്സ് പഠിക്കും. ആ ഹസാർഡ്സ് മാപ്പിംഗിനെ കുറിച്ച് നോക്കും. പിന്നെ വൾണറബിലിറ്റിയും അതിൻ്റെ ടൈപ്സും, വൾണറബിലിറ്റിയുടെ ടൈപ്സും അതിൻ്റെ അസസ്മെൻറ്റിനെ കുറിച്ച് പഠിക്കും. ദെൻ വൾണറബിലിറ്റിയുടെ ടൈപ്സ് അസസ്മെൻറ്റിലായാലും ഫിസിക്കൽ ആൻഡ് സോഷ്യോ വൾണറബിലിറ്റി, എക്കണോമിക് എൻവയോൺമെൻറ്റൽ വൾണറബിലിറ്റി, ദെൻ ഡിസാസ്റ്റർ റിസ്ക് അസസ്മെൻറ്റ്, ഡിസാസ്റ്റർ റെസ്പോൺസ്, ഡിസാസ്റ്റർ പ്രിപ്പയർനെസ് എന്നീ കാര്യങ്ങളാണ് ഈ മൊഡ്യൂളിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോണത് ഹസാർഡ്സിനെ കുറിച്ചിട്ടാണ്. ഈ ഹസാർഡ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഫസ്റ്റ് മൊഡ്യൂളിൽ പറഞ്ഞിരുന്നു. ഫസ്റ്റ് മൊഡ്യൂളിൽ ആ സെക്കൻഡ് ഹാഫിൽ എടുത്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. ആ സെക്കൻഡ് ഹാഫിൽ പഠിച്ച കാര്യങ്ങളെ എലോബറേറ്റ് ചെയ്തിട്ടാണ് ഇനിയുള്ള കമ്മിങ് മൊഡ്യൂൾസിൽ പഠിപ്പിക്കണമെന്ന് പറഞ്ഞിരുന്നു. റൈറ്റ്. അപ്പോൾ ഹസാർഡ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം എന്താണ്. ഹസാർഡ്സ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ഹാം ആണ്, അല്ലെങ്കിൽ ഓർ ആൻ അഡ്വേഴ്സ് എഫക്റ്റ് ആണ് ഹസാർഡ്സിനെ കുറിച്ച് നമ്മൾ പറയാം. ഓക്കെ, ഹസാർഡ്സിന് എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം, സിമ്പിൾ എക്സാമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ള ഒരു സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ഉണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഹസാർഡായിട്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ കൊണ്ടുവരുന്ന ഹസാർഡിനെ നമുക്ക് ഡ്രോട്ട് എന്ന് പറയാം. അതുപോലെ തന്നെ അബൻഡൻസ് ഓഫ് വാട്ടർ അധികമായിട്ട് നമുക്ക് ഉണ്ടാവുകയാണെങ്കിൽ അത് ഫ്ലഡിന് കാരണമാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ജനറലി ഹസാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ബേസിക്കലി ഹസാർഡ് എന്ന് പറയുകയാണെങ്കിൽ പറയാം ഒബ്ജക്റ്റ് ഓർ സിറ്റുവേഷൻ വിച്ച് കോസസ് ഡാമേജ് ടു പ്രോപ്പർട്ടി ഓർ എൻവയോൺമെൻറ്റ്. അല്ലേ, ഒരു ഹസാർഡ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതെന്താണ്, ഒരു ഡാമേജ് തരികയാണ്. എന്തിനും ഒരു പ്രോപ്പർട്ടിയിലോ അല്ലെങ്കിൽ നമ്മളെ എൻവയോൺമെൻറ്റിലോ അല്ലെങ്കിൽ നമ്മളെ പ്രോപ്പർട്ടിയിലോ എന്താണ് ഒരു ഡാമേജ് ഒക്കർ ചെയ്യണം, അല്ലെങ്കിൽ ഡാമേജ് ഫേസ് ചെയ്യണം, അതിന് ഒരു ഡാമേജിന് കാരണമാവണം. അതിനെയാണ് നമ്മൾ എന്താണ് ബേസിക്കലി ഒരു ഹസാർഡ് എന്ന് പറയുന്നത്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹസാർഡ് എന്ന് പറഞ്ഞാൽ രണ്ട് തരത്തിൽ വരാം. നാച്ചുറൽ ഹസാർഡും ഉണ്ട്, എന്താണ് മാൻമെയ്ഡ് ഹസാർഡും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റ്. അപ്പോൾ നാച്ചുറൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ നാച്ചുറലി ഒക്കർ ചെയ്യുന്ന ഹസാർഡ്സിനെയാണ് നമ്മൾ നാച്ചുറൽ ഹസാർഡ് എന്ന് പറയുക. മാൻമെയ്ഡ് ഹസാർഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മനുഷ്യന്മാരാൽ നിർമ്മിച്ച അല്ലെങ്കിൽ ഹ്യൂമൻസ് ഇൻഡ്യൂസ്ഡ് ഹസാർഡ്സ് ആണ് ഈ മാൻമെയ്ഡ് ഹസാർഡ്സ്. നമ്മൾ ഉണ്ടാക്കിയിട്ട് വരുന്ന ഓരോ ഹസാർഡ്സിനെയാണ് മാൻമെയ്ഡ് ഹസാർഡ്സ് എന്ന് പറയാം. ഓക്കെ, അത് കൂടാതെ ഇതിൽ നമുക്ക് പഠിക്കാനുള്ളതാണ്, ഹസാർഡ്സിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 6 കാറ്റഗറീസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നത്. ജിയോ ഫിസിക്കൽ ഹസാർഡ്, ഹൈഡ്രോളജിക്കൽ ഹസാർഡ്, മെറ്റീരിയോളജിക്കൽ ഹസാർഡ്, ക്ലൈമറ്റോളജിക്കൽ ഹസാർഡ്, ബയോളജിക്കൽ ഹസാർഡ്, എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹസാർഡ്സ് എന്ന്. ഓക്കെ, അപ്പോൾ എന്താണ് ജിയോ ഫിസിക്കൽ ഹസാർഡ് എന്ന് പറഞ്ഞാൽ, ജിയോ ഫിസിക്കൽ ഹസാർഡ്സിനകത്ത് വരുന്നതാണ് എർത്ത് വോൾക്കാനോ, ലാൻഡ് സ്ലൈഡ്, റോക്ക് ഫാൾ. ഓക്കെ, ഈ എർത്ത് കൊണ്ടുണ്ടാവുന്ന ഹസാർഡ്സ് അല്ലെങ്കിൽ വോൾക്കാനോ എറപ്ഷൻ കൊണ്ടുണ്ടാവുന്ന ഹസാർഡ്സ്, ലാൻഡ് സ്ലൈഡ് കൊണ്ട് ഡ്രൈ ലാൻഡ് സ്ലൈഡ്സ്, റോക്ക് ഫാൾസ് അതുകൊണ്ടൊക്കെ ഉണ്ടാവുന്ന ഹസാർഡ്സിനെയാണ് ജിയോ ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയുക. ഇനി ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ എപ്പിഡമിക്, ഇൻഫെക്ഷ്യസ് ഡിസീസസ്, ഇൻസെക്ട് ബൈറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അല്ലേ, എപ്പിഡമിക്സ് അല്ലെങ്കിൽ പാനഡമിക്സ് എന്നൊക്കെ പറഞ്ഞേക്കാം. എന്താണ് എപ്പിഡമിക്സ് എന്ന് പറഞ്ഞാൽ ഡിസീസസ് ആണ്, വൈറസസും കാര്യങ്ങളും കൊണ്ടുവരുന്നത് തന്നെയാണ്. ഇപ്പോൾ മഴ പെയ്തു, ഫ്ലഡ് വന്നു കഴിഞ്ഞാൽ അവിടെ പകർച്ചവ്യാധികൾ ഒരുപാടുണ്ടാവും. അല്ലേ, അപ്പോൾ അതുകൊണ്ട് രോഗങ്ങളിങ്ങനെ പടർന്നു പോകും. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഈസി ആയിട്ട് അത് പടർന്ന് പിടിക്കും. അതാണ് ഈ എപ്പിഡമിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ ഈ ബയോളജിക്കൽ ഹസാർഡ്സിൽ നമ്മൾ ഈ കൊറോണ കാര്യങ്ങളെല്ലാം പറയാം. മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ ലോക്കലായിട്ടുള്ള സ്റ്റോമോ അല്ലെങ്കിൽ ടിപ്പ് ട്രോപ്പിക്കൽ ആൻഡ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ്, ടൊർണാഡോസ് ഈ വക കൊണ്ടുണ്ടാവുന്ന ഹസാർഡ്സിനെയാണ് മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുക. ദെൻ ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുമ്പോൾ സുനാമി, ഫ്ലഡ്, ഹെയിൽ സ്റ്റോം, ലാൻഡ് സ്ലൈഡ്, റോക്ക് ഫാൾ, വെറ്റ്, ഇതൊക്കെയാണ് ഹൈഡ്രോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ക്ലൈമറ്റോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ഹീറ്റ് വേവ്, കോൾഡ് വേവ്, ഡ്രോട്ട്, ഫോറസ്റ്റ്, അതായത് ക്ലൈമറ്റിക്കൽ ബിഹേവിയറിൽ വരുന്ന മാറ്റം കൊണ്ടുണ്ടാവുന്ന ഹസാർഡ്സിനെയാണ് നമ്മൾ ക്ലൈമറ്റോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ജിയോ ഫിസിക്കൽ ഹസാർഡ്സ് ഓൾറെഡി പറഞ്ഞിരുന്നു. ഇതൊക്കെ അറിയുന്നത് എവിടെയാണ്, എർത്തിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന ഹസാർഡിനെയാണ് ജിയോ ഫിസിക്കൽ ഹസാർഡ് എന്ന് പറയുക. അതിന് ജിയോളജിക്കൽ ഹസാർഡ് എന്നും കൂടി പറയും. എക്സാമ്പിളായിട്ട് എർത്ത് ക്വേക്ക്, വോൾക്കാനിക് എറപ്ഷൻസ്, ലാൻഡ് സ്ലൈഡ്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന ചിത്രം ഒരു വോൾക്കാനിക് എറപ്ഷൻ്റെ ഡയഗ്രാമാണ്. ഇത് ഒരു എർത്ത് ക്വേക്ക് ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള ആ പ്ലേസിലുള്ള
ആ പ്ലേസിൻ്റെ ഇമേജാണ് ഈ കാണിച്ചിട്ടുള്ളത്. ദെൻ ഹൈഡ്രോളജിക്കൽ ഹസാർഡാണ് അടുത്ത് പറയുന്നത്. ഹസാർഡ് വിച്ച് ഈസ് കോസ്ഡ് ബൈ ഒക്കറൻസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മൂവ്മെൻറ്റ് ഓഫ് വാട്ടർ. ഓക്കെ, വാട്ടറിൻ്റെ ഒക്കറൻസും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷനും അതിൻ്റെ മൂവ്മെൻറ്റും കൊണ്ട് ഒക്കറിയുന്ന ഹസാർഡിനെയാണ് ഹൈഡ്രോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ബോത്ത് ഗ്രൗണ്ട് വാട്ടറും സർഫസ് വാട്ടറും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഫ്രഷ് വാട്ടറും സലൈൻ വാട്ടറും ഇൻക്ലൂഡ് ആണ്. ഡ്യൂ ടു എക്സ്ട്രാ സ്കേസിറ്റി ഓർ എക്സ്ട്രാ അബൻഡൻസ് ഓഫ് വാട്ടർ. ഓക്കെ, ഹൈഡ്രോളജിക്കൽ ഹസാർഡ് ഉണ്ടാവണം എക്സ്ട്രാ സ്കേസിറ്റിയോ അല്ലെങ്കിൽ എക്സ്ട്രാ അബൻഡൻസ് ഓഫ് വാട്ടർ കൊണ്ടും ഈ ഹൈഡ്രോളജിക്കൽ ഹസാർഡ് ഉണ്ടാവും. അതിന് എക്സാമ്പിളായിട്ട് സുനാമി, ഫ്ലഡ് കാര്യങ്ങളാണ് പറയുന്നത്. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ഇമേജാണ് ഇവിടെ ഈ കാണിച്ചിട്ടുള്ളത്. ഒരു ഫ്ലഡോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഉണ്ടാവുക, സ്ഥലം ഉണ്ടാവുക, അപ്പോൾ അതുകൊണ്ട് ഉണ്ടാവുന്ന ഹസാർഡ് എന്തൊക്കെയായിരിക്കും എന്ന്. ഓക്കെ, നെക്സ്റ്റ് ഈസ് മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സ് ആണ്. അത് ഹസാർഡ്സ് വിച്ച് ഈസ് കോസ്ഡ് ബൈ വെതർ ആൻഡ് അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻസ്. നമ്മളെ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ, വെതർ കാലാവസ്ഥയും അറ്റ്മോസ്ഫിയറിലുള്ള കണ്ടീഷൻസും കൊണ്ടുണ്ടാവുന്ന ഹസാർഡിനെയാണ് എന്ത് മെറ്റീരിയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾസ് ആയിട്ടാണ് പറയുന്നത്. അതിൽ ഇത് കൊണ്ടുവരുന്ന ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ ചില മിനിറ്റുകളായിരിക്കും ഈ ഹസാർഡിൻ്റെ ഡ്യൂറേഷൻ, അല്ലെങ്കിൽ ഈ പറഞ്ഞ അറ്റ്മോസ്ഫിയറിക് കണ്ടീഷൻ ഉണ്ടോ ഈ വെതറിൽ വരുന്ന ചേഞ്ചസ് കൊണ്ടുണ്ടാവണ എഫക്റ്റ് ചെയ്യാൻ സമയം എന്ന് പറയുന്നത് മിനിറ്റ്സോ അല്ലെങ്കിൽ അത് ചിലപ്പോൾ ദിവസങ്ങളോളം നീണ്ടുപോകും. ഇതിൽ പറയുന്ന എക്സാമ്പിൾസ് സൈക്ലോൺസ്, ലോക്കൽ സ്റ്റോംസ് ഒക്കെയാണ്. ഇവിടെ കാണിച്ചിരിക്കുന്നതാണ് സൈക്ലോൺ അല്ലെങ്കിൽ സ്നോ റെയിൻ എന്നൊക്കെ വന്നിട്ട് ഒരു സൈക്ലോൺ ഫോം ചെയ്തിട്ട് അവിടെ ഉണ്ടായിട്ടുള്ള അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റിൽ ഉണ്ടായിട്ടുള്ള ഡിസാസ്റ്റേഴ്സ് ആണ് ഈ കാണിച്ചിട്ടുള്ളത്. ഹസാർഡ്സ് ആണ്. ആ ഹസാർഡ്സ് ഹെവിയർ ആകുമ്പോൾ നമുക്കത് ഡിസാസ്റ്റർ ആയിട്ട് മാറും. ഓക്കെ, ദെൻ ക്ലൈമറ്റോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി എക്സ്ട്രീം വെതർ ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൽ, വെതറിലും ക്ലൈമറ്റ് ചേഞ്ചിലും കൊണ്ടുണ്ടാവുന്ന ഹസാർഡ്സ് ആണ് ഈ ക്ലൈമറ്റോളജിക്കൽ ഹസാർഡ്സ് ആണ് എന്ന് പറയുന്നത്. അതിൽ പറയുന്ന എക്സാമ്പിൾസ് ആണ് ഡ്രോട്ട്, ഫോറസ്റ്റ് ഫയർ, ഹീറ്റ് വേവ്, കോൾഡ് വേവ് എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇത് ലാസ്റ്റ് ചെയ്യണം സീസൺസ് ടു ഡിക്കേഡ്സ് വരെ ലാസ്റ്റ്, അല്ലെങ്കിൽ ഓരോ സീസണിലായിരിക്കും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ഫോറസ്റ്റ് ഫയർ ഉണ്ടാവുക. അപ്പോൾ ആ സീസൺസിൽ അവിടെ എപ്പോഴും അതുണ്ടാവും. ആ ക്ലൈമറ്റിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ടാവുക. അതിനനുസരിച്ചിട്ടുള്ള സ്റ്റെപ്സും കാര്യങ്ങളും നമ്മൾ എടുക്കേണ്ടി വരും അത് റെഡ്യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ക്ലൈമറ്റിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ ക്ലൈമറ്റ് അല്ലെങ്കിൽ വെതറിൽ ചേഞ്ച് വരുന്നത് കൊണ്ടുണ്ടാവുന്ന ഹസാർഡിനെയാണ് ഈ ക്ലൈമറ്റോളജിക്കൽ ഹസാർഡ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഈസ് ബയോളജിക്കൽ ഹസാർഡ്. ബയോളജിക്കൽ ഹസാർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഈ പറയുന്ന പോലെ ഈ വൈറസ് കൊണ്ട് എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമുക്ക് എന്താണ് കോവിഡ്, നിപ്പ, ഇതെല്ലാം എന്താണ് വൈറസ് ബയോളജിക്കൽ ഹസാർഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. റൈറ്റ്, അപ്പോൾ അതായത് ഈ ബയോളജിക്കൽ ഏജൻറ്റ്സ് കൊണ്ടുണ്ടാവുന്ന ഹസാർഡ്സിനെയാണ് ഈ ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലിപ്പോൾ നമുക്കൊരു എക്സാമ്പിളായിട്ട് പറയണത് ഇപ്പോൾ വൈറസ് കൊണ്ടുണ്ടായ ഒരു വലിയൊരു ഹസാർഡ് അത് പിന്നെ ഒരു ഡിസാസ്റ്ററിലേക്ക് മാറിയതാണ് നമ്മൾ ഈ കോവിഡ്. നമുക്കറിയാമല്ല, ലോക്ക്ഡൗണും കാര്യങ്ങളിലേക്കൊക്കെ പോയി ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ടൈപ്പ് ഓഫ് ഹസാർഡ്സിനെയാണ് എന്ത് ഈ ബയോളജിക്കൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. അതിന് പറയുന്ന എക്സാമ്പിൾ കോവിഡ്, നിപ്പ എക്സെട്ര കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. ഓക്കെ, ദെൻ ആറാമതൊരു ടൈപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതാണ് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹസാർഡ്സ് എന്ന് പറയുന്നത്. ഇതിന് കാരണമാവുന്നത് ആസ്ട്രോയിഡ്സ്, മീറ്ററോയിഡ്സ്, കോമറ്റ്സ് ഇത് വന്ന് എർത്തിൽ സ്ട്രൈക്ക് ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഹസാർഡ് തന്നെയാണ് എന്ത് എക്സ്ട്രാ ടെറസ്ട്രിയൽ ഹസാർഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് ഒരു കോമറ്റ് ഉണ്ട്, ആ കോമറ്റ് വന്ന് എർത്തിൽ സ്ട്രൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഏരിയ മൊത്തം കൂടെ നശിച്ചു പോവുകയാണ് ചെയ്യുക. അപ്പോൾ അതൊരു ടൈപ്പ് ഓഫ് ഹസാർഡായിട്ട് നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഈ ടൈപ്സ് ഓഫ് ഹസാർഡ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹസാർഡ് മാപ്പിംഗ് ആണ്. എന്താണ് ഹസാർഡ് മാപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹസാർഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് എന്തിൻ്റെ ഒരു ലൊക്കേഷൻ, ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ ലൊക്കേഷൻ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ടെമ്പറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹസാർഡ്. ഒരു ഹസാർഡ് നടന്നിട്ടുള്ള സ്ഥലത്തിനെ നമ്മളൊന്ന് ഗ്രാഫിക്കലി
റെപ്രസെൻ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ലൊക്കേഷനും അതിൻ്റെ മാഗ്നിറ്റ്യൂഡും അതിൻ്റെ ടെമ്പറൽ ക്യാരക്ടറിസ്റ്റിക്സും. ആ ടെമ്പറൽ എന്ന് പറഞ്ഞാൽ ഡയറക്ഷൻ ആൻഡ് സ്പീഡ് ഓഫ് ഓൺസെറ്റ് എന്നാണ് പറയുക. ഓക്കെ, അതിനെ നമ്മൾ എങ്ങനെ ഒരു 2 or 3 ഡയമെൻഷണൽ സർഫസിലേക്ക് കാണിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അത് തന്നെയാണ് ഈ ഹസാർഡ് മാപ്പിംഗ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹസാർഡ് മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ എയിം എന്താണെന്ന് വെച്ചാൽ ടു റെപ്രസെൻറ്റ് സ്പേഷ്യൽ ആൻഡ് ടെമ്പറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹസാർഡ്. ആ നടന്ന ഏരിയയുടെ സ്പേസും അതിൻ്റെ ടെമ്പറൽ ക്യാരക്ടറിസ്റ്റിക്സും റെപ്രസെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ റെപ്രസെൻറ്റ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഹസാർഡ് യൂസിങ് ഗ്രാഫിക്കൽ സിമ്പിൾസ്. ഗ്രാഫിക്കൽ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് അതിൻ്റെ മെഷർ, അല്ലെങ്കിൽ ആ ഹസാർഡ് നടന്നതിൻ്റെ മെഷർ, അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ഇൻറ്റൻസ് ആണ്, എത്ര ഇൻറ്റൻസിറ്റി ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എയിം എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഇനി നമ്മൾക്ക് ഈ ഹസാർഡ് മാപ്പിംഗ് ചെയ്യണമെങ്കിൽ കുറച്ച് ഡാറ്റാസ് റിക്വയർഡ് ആണ്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ ഡാറ്റാസ് റിക്വയർഡ് ഫോർ ഹസാർഡ് മാപ്പിംഗ്? ഓക്കെ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ഈ ഹസാർഡ് മാപ്പിംഗ് എന്ന് പറയുന്നത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കേട്ടോ. ഇൻ കേസ് ഇൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ദെൻ ബേസ് എന്തൊക്കെയാണ് ഡാറ്റ റിക്വയർഡ് എന്ന് വെച്ചാൽ നമുക്ക് വേണം ബേസ് മാപ്സ് വേണം, റിമോട്ട്ലി സെൻസ്ഡ് ഇമേജസ് വേണം, ഫീൽഡ് ഡാറ്റ വേണം. ഈ 3 ഡാറ്റാസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഹസാർഡ് മാപ്പിംഗ് ചെയ്യുക. ഓക്കെ, അതായത് ഈ നമ്മൾ ഹസാർഡ് മാപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇപ്പോൾ അതിൻ്റെ ലൊക്കേഷനും ആ സ്പേഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹസാർഡ് ഒക്കറിങ് ഏരിയയിലെ ലൊക്കേഷൻ, അതിനെ നമ്മൾ അതിൻ്റെ ടെമ്പറൽ ക്യാരക്ടറിസ്റ്റിക്സ്, അതിൻ്റെ മേജർ ഡാറ്റ, അതിനെല്ലാം ആവശ്യമായിട്ട് നമ്മൾ ആദ്യം ഒരു ബേസ് മാപ്പ് പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞ് ബേസ് മാപ്പിൽ നിന്ന് കുറേ ഡാറ്റാസ് കിട്ടും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, റിമോട്ട്ലി സെൻസ്ഡ് ഇമേജസിലേക്ക് പോവുകയാണ് ചെയ്യുക. ദെൻ ഫീൽഡിലേക്ക് ഇറങ്ങിയിട്ടും കൂടി ഡാറ്റ കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. സോ ഫസ്റ്റ് ബേസ് മാപ്സ് ആണ്. ബേസ് മാപ്സ് എന്ന് പറയുമ്പോൾ ബേസ് മാപ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതിൽ എന്താണ് നമുക്ക് ബേസ് മാപ്സിൽ ചെയ്യുകയെന്ന് വെച്ചാൽ അതിൽ ടോപ്പോഗ്രാഫിക് ലേയേഴ്സ് ഓഫ് ദ ഡാറ്റ ആണ് നമ്മൾ എടുക്കുക. ഇപ്പോൾ ഒരു എർത്ത് ഉണ്ടെങ്കിൽ സച്ച് ആസ് എലിവേഷൻ, റോഡ്സ്, വാട്ടർ ബോഡീസ്, കൾച്ചറൽ ഫീച്ചേഴ്സ് ആൻഡ് യൂട്ടിലിറ്റീസ്, ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാനാണ് ഇതിനെ ബേസ് മാപ്പിൽ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ക്രിയേഷൻ ഓഫ് ബേസ് മാപ്പ് ഈസ് എ ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റിയാണ്. ഇത് ഒരു ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റിയാണ്. ദെർഫോർ ഇതിന് ഇങ്ങനെയും ചെയ്യും. നമ്മൾ ഡിസൈറബിൾ ആയിട്ട് ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന മാപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ യൂസ് ചെയ്യാറുമുണ്ട്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ഓൾസോ ഹാസ് സഫീഷ്യൻറ്റ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ആൻഡ് അബൌട്ട് ദ ലൊക്കേഷൻ ഓഫ് ദ ഹസാർഡ്. ബേസ് മാപ്സ് എന്ന് പറയുമ്പോൾ അതിൽ സഫീഷ്യൻ്റ് ആയിട്ട് തന്നെ എന്താണ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ ഉണ്ടാവും, ആ ഒരു ഏരിയയുടെ ജോഗ്രഫി ഇൻഫർമേഷൻ ഉണ്ടാവും. ദെൻ അതിൻ്റെ ലൊക്കേഷൻ, ഹസാർഡ് ലൊക്കേഷനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ സഫീഷ്യൻ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും. പക്ഷേ ആ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇത് എന്താണ് ടൈം കൺസ്യൂമിങ് ആക്ടിവിറ്റി ആണെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്താണ് ടോപ്പോഗ്രാഫിക് ലേയേഴ്സ് എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ബേസ് മാപ്സിൽ. ഓക്കെ, നെക്സ്റ്റ് റിമോട്ട്ലി സെൻസ്ഡ് ഇമേജസ് ആണ് അടുത്ത ടോപ്പിക്. റിമോട്ട്ലി സെൻസ്ഡ് ഇമേജസ് എന്ന് പറയുമ്പോൾ നോട്ട് അടുത്ത ടോപ്പിക്, അടുത്ത ഡാറ്റ റിക്വയർമെൻറ്റ്. ഓക്കെ, അതിൽ സാറ്റലൈറ്റ് ഇമേജസ് വെച്ചിട്ട്, ഓക്കെ, satellite images are becoming preferred sources of readily available information of location on Earth's surface as compared to conventional ground survey method of mapping that are labor intensive and time consuming. ഓക്കെ, അപ്പോൾ ഈ ബേസ് മാപ്സിൽ നമ്മൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു കൺവെൻഷണൽ മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അത് ടൈം കൺസ്യൂമിങ് ആണ്, ലേബർ ഇൻറ്റൻസീവ് ആണ്. ഓക്കെ, അപ്പോൾ ഈ സാറ്റലൈറ്റ് ഇമേജസ് ആണ് പ്രിഫർ ചെയ്യണത് അതിനേക്കാളും ഏത് നമ്മളെ മാൻ യൂസ് ചെയ്തിട്ടുള്ള ലേബറിന് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതിനേക്കാളും എളുപ്പത്തിലും ഈസി ആയിട്ടും ആ ലൊക്കേഷൻ്റെ ഇൻഫർമേഷൻസ് അവൈലബിൾ ആണ്, റെഡ്ലി അവൈലബിൾ ആണ്. അതുകൊണ്ട് സാറ്റലൈറ്റ് ഇമേജസ് നമ്മൾ പ്രിഫർ ചെയ്യണം. അപ്പോൾ ഈ സാറ്റലൈറ്റ് ഇമേജസ് എങ്ങനെ കിട്ടുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ സെൻസേഴ്സ് വെച്ചിട്ടായിരിക്കും. ഓക്കെ, സെൻസേഴ്സിൽ റഡാർ, സാറ്റ്, ടെറാസാർ എന്നൊക്കെ പറഞ്ഞ സെൻസേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡാറ്റാസ് അല്ലെങ്കിൽ ഇമേജസ് കളക്ട് ചെയ്യുകയാണ് ചെയ്യുക. ദെൻ അതിൽ തന്നെ കുറച്ചും കൂടി റെസൊല്യൂഷൻ കൂടുതൽ വേണമെങ്കിൽ ഡിജിറ്റൽ എലിവേഷൻ മോഡൽ എന്ന് പറയുന്ന ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ സെൻസർ യൂസ് ചെയ്യാറുണ്ട്. അതെന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ടോപ്പോഗ്രാഫിക്
ഏരിയനെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ. ദെൻ ഇതിൻ്റെയൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹൈ സ്പേഷ്യൽ റെസൊല്യൂഷൻസ് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ജിയോ ഐ, ക്വിക്ക് ബേർഡ്, അലോസ് പ്രിസം സെൻസേഴ്സ് പ്രിഫർ ചെയ്യണം. എന്തിനാണെന്ന് വെച്ചാൽ വിഷ്വൽ മാപ്പിംഗ് ആസ് ദേ ആർ, ഇതെല്ലാം ഒരു വിഷ്വൽ മാപ്പിംഗ് ആണ്. ആസ് ദേ ആർ ഹൈ സ്പേഷ്യൽ റെസൊല്യൂഷൻസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സെൻസേഴ്സാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം. ഓക്കെ. ദെൻ നമ്മൾ തേർഡ് ഉള്ള ഡാറ്റ റിക്വയർമെൻ്റ് ആണ് ഫീൽഡ് ഡാറ്റ. ഓക്കെ. അപ്പോൾ ഫീൽഡ് ഡാറ്റ എന്ന് പറയുമ്പോൾ through the advances in technology, ground surveying using electronic system like a total station, global positioning system and laser scanners have increased opportunities for data capture in the field. ഫീൽഡിലുള്ള ഡാറ്റ നമുക്ക് കളക്ട് ചെയ്യണം, ഫീൽഡിൽ ചെന്ന് കളക്ട് ചെയ്യണം. അപ്പോൾ ടെക്നോളജീസ് അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഗ്രൗണ്ട് സർവേ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സിസ്റ്റംസ് യൂസ് ചെയ്യണം, GPS യൂസ് ചെയ്യണം, ലേസർ സ്കാനേഴ്സ് യൂസ് ചെയ്യണം. എന്നിട്ട് യൂസ് ചെയ്തിട്ട് നമ്മളെ ഡാറ്റ ക്യാപ്ചർ ചെയ്യാണ് അല്ലെങ്കിൽ കളക്ട് ചെയ്യാണ്. അതിനെയാണ് ഈ ഫീൽഡ് ഡാറ്റ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ഹസാർഡ് മാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള ഡാറ്റാസ് 3 എണ്ണമാണുള്ളത്: ബേസ് മാപ്പ്, റിമോട്ട്ലി സെൻസ്ഡ് ഇമേജസ്, ഫീൽഡ് ഡാറ്റ. ഓക്കെ. അത് കൂടാണ്ട് ഇതെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിനെ നമുക്കൊന്ന് റെപ്രസെൻറ്റ് ചെയ്യണം. ആ റെപ്രസെൻറ്റ് ചെയ്യണതിനാണ് ഈ പറയുന്നത് കാർട്ടോഗ്രാഫിക് റെപ്രസെൻറ്റേഷൻ ഓഫ് ഹസാർഡ് എന്ന് പറയുന്നത്. ഓക്കെ. അതായത് മാപ്സ് ആർ ദ മോസ്റ്റ് ഓപ്പറേറ്റീവ് വേ ടു കൺവേ ആക്ച്വൽ ആൻഡ് റിലേറ്റീവ് ലൊക്കേഷൻ. അത് ആക്ച്വലും അതിൻ്റെ റിലേറ്റീവ് ആയിട്ടുള്ള ലൊക്കേഷൻ കൺവേ ചെയ്യാനുള്ളൊരു മോസ്റ്റ് ഓപ്പറേറ്റീവ് അല്ലെങ്കിൽ അപ്രോപ്രിയേറ്റ് വേ ആണ് ഈ മാപ്സ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഹസാർഡ് മാപ്സ് നോട്ട് ടു ജസ്റ്റ് കൺവേ ദ എക്സിസ്റ്റൻസ് ഓഫ് നാച്ചുറൽ ഹസാർഡ്സ് ബട്ട് ഓൾസോ ടു നോട്ട് ദെയർ ലൊക്കേഷൻ, സിവിയറിറ്റി, ലൈക്ലിഹുഡ് ഓഫ് ഒക്കറൻസ് ഇൻ ആൻ അക്യുറേറ്റ്, ക്ലിയർ ആൻഡ് കൺവീനിയൻറ്റ് വേ. ജസ്റ്റ് ഒരു ഈ മാപ്പ് എന്ന് പറയുന്നത് ജസ്റ്റ് അതിൻ്റെ എക്സിസ്റ്റൻസിനെ കൺവേ ചെയ്യാൻ വേണ്ടി മാത്രമല്ല അല്ലേ. അപ്പോൾ അതിൻ്റെ സിവിയാരിറ്റിയും ലൈക്ലിഹുഡ് ഓക്കറൻസ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൽ നിന്ന് കിട്ടണം. ഓക്കെ. സോ അതെല്ലാം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ കാർട്ടോഗ്രാഫിക് മാപ്പിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദ ആപ്ലിക്കേഷൻ ഓഫ് കാർട്ടോഗ്രാഫിക് ഇൻ ഹസാർഡ് മാപ്പിംഗ് വിൽ ഇവൻച്വലി ലീഡ് ടു ദ ക്രിയേഷൻ ഓഫ് ബേസ് മാപ്പ് ക്രിയേറ്റ് ചെയ്യണം, വിച്ച് കണ്ടെയ്ൻസ് നമ്മൾ ഈ ഡാറ്റ റിക്വയർമെൻറ്റിൽ പറഞ്ഞ പോലെ തന്നെ ബേസ് മാപ്പ് വിച്ച് കണ്ടെയ്ൻസ് സഫിഷ്യൻറ്റ് ജോഗ്രഫിക് റെഫറൻസ് ഇൻഫർമേഷൻ ടു ഓറിയൻറ്റ് ദ യൂസർ ടു ദ ലൊക്കേഷൻ ഓഫ് ദ ഹസാർഡ്. ഓക്കെ. ദെൻ സ്കെയിൽ ആൻഡ് കവറേജ്. സ്കെയിൽ ആൻഡ് കവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിച്ച് ഡ്രോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലീനിയർ മെഷർമെൻറ്റ് ഓൺ ദ മാപ്പ് ആൻഡ് ആക്ച്വൽ ഡയമെൻഷൻ ഓൺ ദ ഗ്രൗണ്ട്. ഇപ്പോൾ സ്കെയിൽ കവറേജ് എന്ന് പറഞ്ഞാൽ അറിയാം. ഇപ്പോൾ എല്ലാവരും മാപ്പ് വരച്ചിട്ടുണ്ടാവുമല്ലോ. ഇപ്പോൾ ഇന്ത്യൻ്റെ മാപ്പ് വരയ്ക്കുമ്പോൾ ഇന്ത്യയുടെ ആക്ച്വൽ സൈസാണോ അത് അല്ലല്ലോ. അപ്പോൾ നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ നമ്മളൊരു ചെറിയ സൈസിലല്ലേ വരയ്ക്കുക, അതായത് സ്കെയിൽ റെഡ്യൂസ് ചെയ്തിട്ടാണ് വരയ്ക്കുക. സ്കെയിൽ റെഡ്യൂസ് ചെയ്ത് വരച്ചാലും അതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം എന്താണ് കറക്റ്റായിട്ടുണ്ടാകും. നമുക്ക് ആ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ആ ഒരു ജോഗ്രഫിയുടെ അല്ലെങ്കിൽ ആ ഒരു ഏരിയയുടെ ഡീറ്റെയിൽസ് A to Z ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ഓക്കെ. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സ്മോൾ സ്കെയിൽ മാപ്സ് ഷോ ലെസ് ഡീറ്റെയിൽസ് ഫോർ എ ലാർജ് ഏരിയ ആൻഡ് ആർ അപ്ലിക്കബിൾ ഫോർ റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്. ലാർജ് സ്കെയിൽ മാപ്സ് റിവീൽ മോർ ഡീറ്റെയിൽസ് ഫോർ എ സ്മോൾ ഏരിയ ആൻഡ് ആർ മോർ സ്യൂട്ടബിൾ ഫോർ ലോക്കൽ ഓർ കമ്മ്യൂണിറ്റി ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്. ഓക്കെ. ഇപ്പോൾ സ്മോൾ സ്കെയിൽ മാപ്സ് ആണെങ്കിൽ അതിൽ ലെസ് ഡീറ്റെയിൽസേ കാണിക്കുകയുള്ളൂ ഫോർ എ ലാർജ് ഏരിയ. അപ്പോൾ ഒരു ലാർജ് ഏരിയനെ നമുക്ക് ആ ലാർജ് ഏരിയയിൽ ഒരു സൈസിൽ നമുക്ക് മാപ്പ് വരയ്ക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ സ്മോൾ സ്കെയിലായിരിക്കും വരയ്ക്കേണ്ട. അപ്പോൾ അതിൽ ലെസ് ഡീറ്റെയിൽസ് കാണിക്കും. അത് അപ്ലിക്കബിൾ ആണ് ഇവിടെ ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിൽ. അതുപോലെ ലാർജ് സ്കെയിൽ മാപ്സ് എന്ന് പറയുമ്പോൾ റിവീൽ മോർ ഡീറ്റെയിൽ ഫോർ എ സ്മോൾ ഏരിയ. അപ്പോൾ സ്മോൾ ഏരിയ എടുക്കുകയാണ്, ആ സ്മോൾ ഏരിയയിലുള്ള ഒരു മാപ്പ് എടുക്കുകയാണ്, കുറച്ച് ലാർജ് സ്കെയിൽ തന്നെ വരയ്ക്കണമെന്നാണ് എന്ന് കരുതി. ഇപ്പോൾ ഒരു സ്മോൾ ഏരിയ ഇപ്പോൾ ഒരു 10 കിലോമീറ്റർ ആണെങ്കിൽ ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ ലാർജ് ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്മോൾ ഏരിയ ഒരു 10 കിലോമീറ്റർ ആണെങ്കിൽ 10 കിലോമീറ്ററിലുള്ള മാപ്പ് വരയ്ക്കുക എന്നല്ല. നിങ്ങൾക്കറിയാം നമ്മളതിൽ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ ചെറിയ ഏരിയ ആണെങ്കിലും അതിൻ്റെ എല്ലാ A to Z ഡീറ്റെയിൽസ്, ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുക്കുകയാണെങ്കിൽ ആ പഞ്ചായത്തിലുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാനായിട്ട് ഒരു സഫീഷ്യൻറ്റ് സ്പേസിൽ ആ ഒരു മാപ്പ് ലാർജ് സ്കെയിലിൽ വരയ്ക്കണം. അപ്പോൾ അതെന്തായിരിക്കും മോർ സ്യൂട്ടബിൾ ആയിരിക്കും ലോക്കൽ ഓർ കമ്മ്യൂണിറ്റി ലെവൽ ഡെവലപ്മെൻറ്റ് പ്ലാനിങ്ങിന് എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ദ ചോയ്സ് ഓഫ് സ്കെയിൽ ഫോർ ഹസാർഡ് മാപ്പ് മേ കൺസിഡർ ദ ഫോളോയിങ് ഇഷ്യൂസ്. ഓക്കെ. ഈ ഹസാർഡ് മാപ്പ് ഫോളോ ചെയ്യുന്ന ഇഷ്യൂസ് എന്തൊക്കെയാണ്, കൺസിഡർ ചെയ്യേണ്ട ഇഷ്യൂസ് എന്തൊക്കെയാണെന്നാണ്. ഇപ്പം നമ്പർ ഓഫ് ഹസാർഡ്സ് ടു ബി ഡിസ്പ്ലേഡ് അറ്റ് എ ഗോ,
the hazard elements necessary to be displayed, range of relative severity of hazards to be shown, area of interest to cover, the use of the map with the other planning documents, functions of the maps. അതായത് ഒരു ഹസാർഡ് മാപ്പിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്പർ ഓഫ് ഹസാർഡ്സ് ടു ബി ഡിസ്പ്ലേഡ്, അല്ലേ? എത്ര ഹസാർഡ്സ് ഉണ്ടോ, എത്ര ഹസാർഡ്സ് ആണ് അതിൽ ഡിസ്പ്ലേ ചെയ്യേണ്ടത്. ഹസാർഡ് എലമെൻറ്റ്സ് നെസസറി ടു ബി ഡിസ്പ്ലേഡ്, ഏതൊക്കെ ഹസാർഡ് എലമെൻറ്റ്സ് ആണ് അവിടെ ആവശ്യമായിട്ടുള്ളത്, കാണിക്കാൻ ആവശ്യമായിട്ടുള്ളത്. റേഞ്ച് ഓഫ് റിലേറ്റീവ് സിവിയാരിറ്റി ഓഫ് ഹസാർഡ്സ് ടു ബി ഷോൺ, അത് ഹസാർഡ്സിൻ്റെ സിവിയാരിറ്റി അനുസരിച്ച്, അതിൻ്റെ റേഞ്ച് അനുസരിച്ചിട്ട് ഏതാണ് കാണിക്കേണ്ടതെന്ന് നോക്കുക. ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് ടു കവർ, ഓക്കെ. ദ യൂസ് ഓഫ് ദ മാപ്പ് വിത്ത് അതർ പ്ലാനിങ് ഡോക്യുമെൻറ്റ്സ്, ഫങ്ഷൻ ഓഫ് ദ മാപ്പ്. ഓക്കെ. ഇനി ടൈപ്സ് ഓഫ് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മാപ്പ് വരച്ചു, അപ്പോൾ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്, അപ്പോൾ സിമ്പിൾസ് ഒക്കെയാണ് യൂസ് ചെയ്യുക. ഓക്കെ. അപ്പോൾ സിമ്പിൾസ് ആർ യൂസ്ഡ് ടു റെപ്രസെൻറ്റ് റിയാലിറ്റി, ആൻഡ് റിയാലിറ്റി കാണിക്കാൻ വേണ്ടിയിട്ടാണ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിമ്പിൾസ് ആർ സെലക്ടഡ് ഫോർ ദെയർ ലെജിബിലിറ്റി ആൻഡ് ക്ലാരിറ്റി ആൻഡ് മാപ്പ് പ്രൊഡക്ഷൻ ക്യാരക്ടറിസ്റ്റിക്സ്. Location can be depicted using one of the basic geometric symbols. Certain symbols ഉണ്ട്, പോയിന്റ്, ലൈൻ ഓർ ആൻ ഏരിയ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സിമ്പിൾസ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഹസാർഡ് ഒക്കർ ചെയ്തിട്ടുള്ള ലൊക്കേഷൻസ് നമ്മൾ കാണിക്കുക. അപ്പോൾ പോയിന്റ്സ് യൂസ് ചെയ്യുന്നത് മോർ പ്രിഫേർഡ് ഫോർ ഡിസ്പ്ലേയിങ് വോൾക്കാനോസ്. ഇപ്പോൾ ഒരു ഏരിയയിൽ വോൾക്കാനോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ പോയിന്റ് യൂസ് ചെയ്തിട്ടാണ് അത് റെപ്രസെൻറ്റ് ചെയ്യുക. വൈൽ ഏരിയാസ് ഹാവ് ബീൻ യൂസ്ഡ് ഫോർ ഷോയിങ് ഫ്ലഡിങ്, അതായത് ലൈൻ വെച്ചിട്ട് കാണിക്കുന്നത്. ആ ഏരിയയിൽ ഫ്ലഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ എന്ത് വെച്ചിട്ടാണ് കാണിക്കുക? ലൈൻസ് വെച്ചിട്ടാണ്, അതായത് ലൈൻസ് ഓഫ് ഏരിയ വെച്ചിട്ടാണ് കാണിക്കുക. നമുക്ക് അടുത്ത ടോപ്പിക്കാണ് അപ്രോച്ചസ് ഓഫ് ഹസാർഡ് മാപ്പിംഗ്. അടുത്ത ടോപ്പിക്കല്ല, ഹസാർഡ് മാപ്പിങ്ങിൽ തന്നെ വരുന്നതാണ്. അപ്രോച്ചസ് ഓഫ് ഹസാർഡ് മാപ്പിംഗ്. ഓക്കെ. ഹസാർഡ് മാപ്പിങ്ങിലേക്കുള്ള അപ്രോച്ചസ് എന്ന് പറയുമ്പോൾ അത് രണ്ട് രീതിക്കാണ് പറയുന്നത്. ഹസാർഡ് മാപ്പിംഗ് യൂസിങ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. സെക്കൻഡ് വൺ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് എന്ന് പറയും. ഇപ്പോൾ ഫസ്റ്റ് വൺ ഹസാർഡ് മാപ്പിംഗ് യൂസിങ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ നമുക്ക് എന്താണ്, GIS is increasingly used for hazard mapping and analysis as well as for the application of disaster risk management measures. ഈ ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ഹസാർഡ് മാപ്പിംഗ് ആൻഡ് അനാലിസിസിനും യൂസ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എന്താണ്, ഡിസാസ്റ്റർ റിസ്ക് മാനേജ്മെൻറ്റ് മെഷേഴ്സിനും വേണ്ടിയിട്ട് ഇത് അപ്ലൈ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ദ നേച്ചർ ആൻഡ് കാപ്പബിലിറ്റി ഓഫ് GIS പ്രൊവൈഡ്സ് എക്സലൻറ്റ് ബേസിസ് ഫോർ പ്രോസസ്സിംഗ് ആൻഡ് പ്രസൻറ്റിംഗ് ഹസാർഡ് ഇൻഫർമേഷൻ ഇൻ ദ ഫോം ഓഫ് മാപ്സ്. മാപ്സിൻ്റെ രൂപേണ അതൊരു എക്സലൻ്റ് ആയിട്ട് തന്നെ എന്താണ് ഹസാർഡിൻ്റെ ഇൻഫർമേഷൻസ് പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. GIS is very useful in arranging a high volume of data to produce a hazard map. ഒരു ഹൈ വോളിയം ഓഫ് ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്, അറേഞ്ച് ചെയ്യുന്നുണ്ട് இந்த ഹസാർഡ് മാപ്പിൽ, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് തരാനായിട്ട്. താഴെ പറയുന്ന ഒരു ഫ്ലോ ചാർട്ട് കാണിക്കുന്നുണ്ട്. ഇതാണ് GIS മാപ്പിംഗ് ഹസാർഡ്സിൻ്റെ എങ്ങനെയാണ് അത് മാപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ആദ്യം ചെയ്യുന്ന കാര്യം ഹസാർഡ് ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ഡാറ്റ അക്വിസിഷൻ ആണ്. അപ്പോൾ ഒരു ഹസാർഡ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഏരിയ ഉണ്ടെങ്കിൽ അവിടെയുള്ള ഹസാർഡ് എന്ത് ചെയ്യണം, നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം, എന്നിട്ട് അവിടെയുള്ള ഡാറ്റ അക്വിസിഷൻ ചെയ്യണം. അതിൻ്റെ ഡാറ്റ ടെക്നിക്കലി കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ. ദെൻ ഹസാർഡ് ഫ്രീക്വൻസി ഓഫ് ഒക്കറൻസ്, അവിടെ ഹസാർഡ് ഒക്കർ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഫ്രീക്വൻസി എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്യണം. ദെൻ ഡാറ്റ പ്രോസസ്സിങ് ആൻഡ് ഡാറ്റ ബേസ് ക്രിയേഷൻ ആണ്. ഓക്കെ. അപ്പോൾ ഹസാർഡ് ഐഡൻറ്റിഫൈ ചെയ്തു, അതിൻ്റെ ഫ്രീക്വൻസി എടുത്തു, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡാറ്റ പ്രോസസ്സ് ചെയ്യണം, അതിൻ്റെ ഡാറ്റ ബേസ് എന്ത് ചെയ്യണം, ക്രിയേറ്റ് ചെയ്യണം. ദെൻ അതിലുള്ള ഡാറ്റനെ മാനിപ്പുലേഷൻ ആൻഡ് അനാലിസിസ് ആൻഡ് സ്റ്റോറേജ്, അതിൽ ഡാറ്റനെ മാനിപ്പുലേറ്റ് ചെയ്യണം, അതിൽ അടങ്ങിയിട്ടുള്ള ഡാറ്റനെ അനാലിസിസ് ചെയ്യണം. ദെൻ അതെന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. ഓക്കെ. ദെൻ ഡാറ്റ എക്സ്പോർട്ടിങ് ആൻഡ് പ്രോഡക്റ്റ് ജനറേഷൻ, ആ ഡാറ്റ കളക്ട് ചെയ്തിട്ട് എടുത്തിട്ട് അതിന് ആ ഡാറ്റ എക്സ്പോർട്ട് ചെയ്യണം, അതിൻ്റെ പ്രോഡക്റ്റ് ജനറേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഡാറ്റ നമ്മൾ കാര്യങ്ങൾ ജനറേറ്റ് ചെയ്തു. ദെൻ ആ ഡാറ്റ ജനറേറ്റ് ചെയ്തത് റിപ്പോർട്ട് ആക്കിയിട്ടുണ്ട്. ആ റിപ്പോർട്ടിനെ നമ്മൾ റിവ്യൂ ചെയ്യണം. ദെൻ ആ റിവ്യൂ ചെയ്ത് അതിൻ്റെ കറക്ഷൻസ് എന്തെങ്കിലുമൊക്കെ നോക്കിയിട്ട് അതിന് ശേഷം ഫൈനലൈസേഷൻ നടത്തും. ദെൻ അതെന്ത് ചെയ്യണം, പബ്ലിക്കേഷൻ ചെയ്യാണ്. ഓക്കെ. അപ്പോൾ ഇത്രയും സ്റ്റെപ്സ് ആണ് എന്തിലുള്ളത്, ഹസാർഡ് മാപ്പിംഗ് യൂസിങ് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ ഉള്ളത്. ഓക്കെ.
അപ്പോൾ അതിൻ്റെ ഒരു ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. നമ്മൾ ഈ GIS എന്ന് പറയുമ്പോൾ അത് വെച്ചിട്ട് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം വെച്ചിട്ട് ഹസാർഡിനെ എങ്ങനെ മാപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ, ആദ്യം ഡാറ്റ സോഴ്സ് സ്ട്രീറ്റ് ഡാറ്റയാണ്. ഡാറ്റ ലെയേഴ്സ് എടുത്തു. ദെൻ ആദ്യം എർത്ത് സർഫസ് ഹസാർഡ് ഏരിയയുടെ ആ ഏരിയയുടെ ബോട്ടം ലെയർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ബിൽഡിങ്സിൻ്റെ ഡാറ്റാസാണത് ക്യാപ്ചർ ചെയ്യുന്നത്. ദെൻ വെജിറ്റേഷൻസ്, അവിടെ പ്ലാന്റ്സോ അല്ലെങ്കിൽ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഡാറ്റാസ് കളക്ട് ചെയ്തു. ഈ എല്ലാ ഡാറ്റാസും കൂടിയിട്ട് എന്ത് ചെയ്യണു, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഡാറ്റ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഡാറ്റയാണ് ഫൈനലി എന്ത്, നമ്മളെ ഈ GIS എന്ന് പറയുന്നത്. ഓക്കെ, ഹസാർഡ് മാപ്പിംഗ് യൂസിങ് ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് രണ്ട് ടൈപ്പ് ഓഫ് അപ്രോച്ച് ആണെന്ന് പറഞ്ഞാൽ അതിൽ സെക്കൻഡ് ടൈപ്പ് ആണ് പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ്. ഇപ്പോൾ ഈ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇതൊരു ടെക്നിക്കാണ് ദാറ്റ് അലോസ് ഫോർ ദ ഇൻ്റഗ്രേഷൻ ഓഫ് ലോക്കൽ ലെവൽ പാർട്ടിസിപ്പേഷൻ ആൻഡ് നോളേജ് ഓഫ് ദ മാപ്പ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസിഷൻ ടേക്കൻ പ്രോസസ്സ്. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് കേസിൽ GIS എന്ന് പറയുമ്പോൾ അതെന്തായിരുന്നു, ജോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം എന്നാണ് പറഞ്ഞത്. അതാരുടെയും ഹെൽപ്പൊന്നും ചോദിച്ചിട്ടില്ല. ബട്ട് ഇവിടെ പാർട്ടിസിപ്പേറ്ററി എന്ന് പറയുമ്പോൾ പാർട്ടിസിപ്പേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. പാർട്ടിസിപ്പേഷൻ ഓഫ് ഹൂം. ഇപ്പോൾ ഒരു ഏരിയയിൽ ഹസാർഡ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഹസാർഡ് ഒക്കർ ചെയ്ത ഏരിയയിൽ ആ ലോക്കൽ ഏരിയ അല്ലേ, ആ ഏരിയയിലെ ലോക്കൽസിനെ ഇൻവോൾവ് ചെയ്യിപ്പിക്കുകയാണ്. എന്തിന്, ഈ മാപ്പ് ഫോം ചെയ്യാനായിട്ട്. അപ്പോൾ ഹസാർഡ് നമുക്ക് ഈ മാപ്പ് പ്രൊഡക്റ്റ്, കാരണം അവർക്ക് അത് ആ ലോക്കൽ പാർട്ടിസിപ്പൻസിന് എന്താണ്, അല്ലെങ്കിൽ ലോക്കലിലുള്ള ആൾക്കാർക്ക്, ആ ലൊക്കാലിറ്റിയിലുള്ള ആൾക്കാർക്ക് ആ ഏരിയനെ കുറിച്ചുള്ള നോളേജും കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ അത് നമ്മളെന്താണ്, ഒരു മാപ്പ് പ്രൊഡക്ഷൻ ചെയ്യാൻ അല്ലെങ്കിൽ മാപ്പ് റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് കൂടുതൽ ഹെൽപ്പ് ചെയ്യും. അത് നല്ലപോലെ നല്ലൊരു ഡിസിഷൻ എടുക്കാനും കഴിയും. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആൻ ഇൻട്രാക്റ്റീവ് പ്രോസസ്സ്. ഇതൊരു ഇൻട്രാക്റ്റീവ് പ്രോസസ്സാണ് ദാറ്റ് ഡ്രോസ് ഓൺ ലോക്കൽ പീപ്പിൾസ് നോളേജ് ആൻഡ് അലോസ് ദം ടു ക്രിയേറ്റ് വിഷ്വൽ ആൻഡ് നോൺ വിഷ്വൽ ഡാറ്റ ടു എക്സ്പ്ലോർ സോഷ്യൽ പ്രോബ്ലംസ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ക്വസ്റ്റ്യൻസ്. ഓക്കെ, അവിടെ ഉണ്ടായിട്ടുള്ള സോഷ്യൽ പ്രോബ്ലംസ്, അവിടെയുള്ള ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്, അവിടെ ഉണ്ടായിട്ടുള്ള ചോദ്യങ്ങൾ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടും. ഓക്കെ, ഇൻ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ആർ ടു, അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ, ഈ പാർട്ടിസിപ്പേറ്ററി മാപ്പിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കളക്ട് എവിഡൻസ് ഓഫ് ദ സ്റ്റഡി ഏരിയ, ആ സ്റ്റഡി ഏരിയയിലുള്ള എവിഡൻസ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ഇൻറ്റർപ്രറ്റ് ദ സ്റ്റഡി ഏരിയ മാപ്പിംഗ് എക്സ്പീരിയൻസ് ആൻഡ് റിലേറ്റഡ് എക്സ്പീരിയൻസ് ടു ആൻസർ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഹാവ് ബീൻ ഡെവലപ്ഡ് അബൌട്ട് ദ സ്റ്റഡി ഏരിയ. ഓക്കെ, അവിടെ നിന്ന് ഡെവലപ്പ് ചെയ്യണ ക്വസ്റ്റ്യൻസിനുള്ള ക്വസ്റ്റ്യൻസ് ഡെവലപ്പ് ചെയ്യുക. എന്താണ്, ഇൻറ്റർപ്രറ്റ് ദ സ്റ്റഡി ഏരിയ മാപ്പിംഗ് എക്സ്പീരിയൻസ് ആൻഡ് റിലേറ്റഡ് എക്സ്പീരിയൻസ്. ഓക്കെ, അവിടെ ഉണ്ടായിട്ടുള്ള ഹസാർഡിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യനുള്ള ആൻസർ കിട്ടാനുള്ള എന്താണ്, ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുക. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കിട്ടണം, നമ്മൾ ഈ മാപ്പ് വരയ്ക്കുമ്പോൾ അതിനുള്ള ആൻസേഴ്സൊക്കെ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവണം. ഓക്കെ, ദെൻ ഇതെല്ലാം കിട്ടിക്കഴിഞ്ഞതിന് ശേഷം എന്താണ്, ഡെവലപ്പ് പ്രസൻറ്റേഷൻ. ഓക്കെ, ആ പാർട്ടിസിപ്പേറ്ററി മാപ്പിങ്ങിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ എന്താണ്, ഒരു പ്രസൻറ്റേഷൻ ഡെവലപ്പ് ചെയ്യണം. ദെൻ പ്രസൻറ്റ് ദ കൺക്ലൂഷൻ ആൻഡ് പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫോർ ഫർദർ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ആ കൺക്ലൂഷൻ നമ്മൾ പ്രസൻറ്റ് ചെയ്യാണ്, അതിൽ ഇൻക്ലൂഡ് ചെയ്യണം പോസിബിൾ ക്വസ്റ്റ്യൻസ് ഫോർ ഫർദർ. ഇനി ഒരു ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ അതിലുണ്ടാവുന്ന ക്വസ്റ്റ്യൻസും എന്തായിരിക്കും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ ആ ചാപ്റ്റർ കൺക്ലൂഡ് ചെയ്യുക. അപ്പോൾ ഇതാണ് പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് എന്ന് പറയാനോട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയിൽ ഹസാർഡ് ഒക്കർ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് അവിടെ ഒരു മാപ്പ് ഫോം ചെയ്യണമെങ്കിൽ ഇതുപോലെ അവിടെയുള്ള ആ ഏരിയയിലുള്ള ലോക്കൽസിനെ കൂടി ഇൻക്ലൂഡ് ചെയ്ത് അവരുടെ നോളേജും കാര്യങ്ങളും എടുത്തിട്ട് ഫോം ചെയ്യുന്ന ഒരു മാപ്പിങ്ങിനെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മൾ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് എന്ന് പറയും. ഇനി അടുത്ത് നമുക്ക് പറയാനുള്ളത് ഹൗ ടു കണ്ടക്ട് പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് ആണ്. എങ്ങനെയാണ് ഈ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് കണ്ടക്ട് ചെയ്യുക എന്നുള്ളതാണ്. രണ്ട് സ്റ്റേജാണ് ഇതിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ഔട്ട്ലൈൻ ദ നേച്ചർ ആൻഡ് എസെൻസ് ഓഫ് ആക്ടിവിറ്റീസ് ടു ബി ഡൺ. ഓക്കെ, ആദ്യം നമ്മളൊരു ഔട്ട്ലൈൻ ഉണ്ടാക്കുകയാണ്. ദെൻ എന്തൊക്കെയാണ് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഔട്ട്ലൈൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ദെൻ സ്റ്റേജ് 2ലാണ് പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ, പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പ്രിപ്പറേഷൻ രണ്ട് തരത്തിൽ, പ്രിപ്പറേഷൻ ആൻഡ് ഇംപ്ലിമെൻറ്റേഷനിൽ ആദ്യം പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞാൽ പ്രിപ്പറേഷൻ ഇൻവോൾവ് സ്കൗട്ടിങ് ആൻഡ് ഡിസൈനിങ്
സർവേ ഇൻസ്ട്രുമെൻറ്റ്സ്, മെറ്റീരിയൽസ് ആൻഡ് ഡയറക്ഷൻസ് ആണ്. ഓക്കെ, അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുകയാണ് എന്തിൻ്റെ. സ്കൗട്ടിങ് മീൻസ് ഡാറ്റ കളക്ഷൻ ആണ്. അപ്പോൾ ഡാറ്റ കളക്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ആൻഡ് ഡിസൈൻ സർവേ ഇൻസ്ട്രുമെൻറ്റ്, മെറ്റീരിയൽസ് ആൻഡ് ഡയറക്ഷൻസ്, ഇതിൻ്റെ എല്ലാം പ്രിപ്പറേഷൻ ആണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്. ദെൻ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുമ്പോൾ മേ ബി ഓർഗനൈസ്ഡ് ഇൻ ടു സെഷൻസ് ആണ്. ഓക്കെ, അത് ഇംപ്ലിമെൻ്റ് ചെയ്യണം, ആദ്യം പ്രിപ്പയർ ചെയ്തു, ദെൻ അത് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ആയിട്ടൊരു 4 സെഷൻസ് എടുക്കുന്നുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് പ്രിപ്പറേഷൻ ഓഫ് പാർട്ടിസിപ്പൻസ് ഓർ പീപ്പിൾ ഇൻവോൾവ് ഇൻ ദ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് ആക്ടിവിറ്റി. ഓക്കെ, ഈ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് എങ്ങനെ കണ്ടക്ട് ചെയ്യാന്നുള്ളത്. അപ്പോൾ ആദ്യം പാർട്ടിസിപ്പൻസിനെ പ്രിപ്പയർ ചെയ്യുകയാണ്. ഓക്കെ, അതായത് ഇപ്പോൾ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്തുള്ള പീപ്പിളിനെ എന്ത് ചെയ്യണം, ഇൻവോൾവ് ചെയ്തുകൊണ്ട് ഒരു പാർട്ടിസിപ്പൻസിനെ പ്രിപ്പയർ ചെയ്തു. ദെൻ അണ്ടർടേക്ക് പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗ് ഫീൽഡ് ട്രിപ്പ്, ഒരു ഫീൽഡ് ട്രിപ്പ് എടുക്കുകയാണ്. ഈ പാർട്ടിസിപ്പേറ്ററി മാപ്പിംഗിന് വേണ്ടിയിട്ട് ഒരു ഫീൽഡ് ട്രിപ്പ് അറേഞ്ച് ചെയ്യുകയാണ്. അല്ലെങ്കിൽ ഫീൽഡ് ട്രിപ്പ് ഒരു ഫീൽഡിൽ ചെന്നിട്ട് അതിൻ്റെ കാര്യങ്ങൾ സ്റ്റഡി ചെയ്യുകയാണ്. ദെൻ മേക്ക് പ്രസൻറ്റേഷൻസ്, ദെൻ അതിൻ്റെ പ്രസൻറ്റേഷൻസ് ചെയ്യണം. ആൻഡ് ക്യാരി ഔട്ട് ബ്രീഫിംഗ് എക്സസൈസസ്. ഓക്കെ, ആ ഫീൽഡിൽ ചെന്നു, എന്നിട്ട് അവിടെ നിന്ന് എടുത്ത കാര്യങ്ങൾ ഒരു പ്രസൻറ്റേഷൻ ആക്കി, ദെൻ അതിനെ ബ്രീഫ് ചെയ്യണം. ഓക്കെ, ഡീബ്രീഫിംഗ് എക്സസൈസസ് ചെയ്യണം. ഇതാണ് ഒരു 4 മെത്തേഡ്. ഓക്കെ, ഇംപ്ലിമെൻറ്റേഷനുള്ള 4 മെത്തേഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ ലെക്ചറിൽ ഇത്രയും മതി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് വൾണറബിലിറ്റി ആണ്. അത് അടുത്ത വീഡിയോ ലെക്ചറിൽ ഇടാം. ഓക്കെ, താങ്ക് യു.